Hi Kitchen Recipes in Malayalam എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ രുചിയിൽ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി നെയ് റോസ്റ്റ് അതായത് ഗീ റോസ്റ്റ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിൽ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗീ റോസ്റ്റ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. കൂട്ടുകാരെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു ഗ്ലാസ് ഇഡ്ഡലി റൈസ്, 1 ടീസ്പൂൺ മട്ട റൈസ്, 1 ടീസ്പൂൺ ചവരി, 1/4 ടീസ്പൂൺ ഉലുവ, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് വളരെ നന്നായിട്ട് വെള്ളം തെളിഞ്ഞു വരണ വരെ ഇതിനെ കഴുകിയെടുക്കണം. അതിനുശേഷം നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ തന്നെ ഇതിനെ സോക്ക് ചെയ്യാൻ വേണ്ടി ഒരു 3 മണിക്കൂർ സമയം ഇട്ട് വെക്കണം. 3 മണിക്കൂറിൽ കൂടുതൽ ഇത് യാതൊരു കാരണവശാലും ഇട്ട് വെക്കരുത്. കാരണം ഇഡ്ഡലി റൈസിന് പെട്ടെന്നൊരു ഒരു മണം വരാൻ തുടങ്ങും ഒരുപാട് സമയം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു 3.5 മണിക്കൂർ മാത്രം ഇതിനെ കുതിർക്കാൻ വെച്ചാൽ മതി. നമ്മൾ അരി മെഷർ ചെയ്തിട്ടുണ്ടായിരുന്ന അതേ ഗ്ലാസിൻ്റെ ഒരു 1/4 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. ഈ ഉഴുന്നിനെ വളരെ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുടിക്കുന്ന വെള്ളത്തിൽ ഇതിനെയും ഒരു 3 മണിക്കൂർ സോക്ക് ചെയ്യാനാക്കി മാറ്റി വെക്കണം. പിന്നെ ഞാനിവിടെ 3 ടീസ്പൂൺ അവൽ എടുത്തിട്ടുണ്ട്. അവൽ കഴുകിയതിന് ശേഷം ഞാൻ കുറച്ച് കുടിക്കുന്ന വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും കുതിർക്കാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഇത് അരയ്ക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ഈ അവലും കൂടെ ആയിരിക്കും ഒരുമിച്ച് അരയ്ക്കാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ള അവലും ചവരിയും മട്ട റൈസിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം. യാതൊരു കാരണവശാലും ഇത് കൂടി പോകാൻ പാടില്ല. കൂടി പോവുകയാണെങ്കിൽ നമുക്കിതിനെ ദോശ ചുട്ടെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഒട്ടൽ കൂടിപ്പോവും. നല്ല ഫ്ലേവറൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് ദോശ നല്ല കറക്റ്റായിട്ട് നമുക്ക് നല്ല മൊരിഞ്ഞെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് തന്നെ ഫോളോ ചെയ്യാൻ മറക്കരുത്. 3 മണിക്കൂർ അരിയുടെ കൂട്ട് സോക്ക് ചെയ്തതിന് ശേഷം ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ കുടിക്കുന്ന വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് വേണം ഇതിനെ നല്ല പേസ്റ്റ് പരുവം അരച്ചെടുക്കാനായിട്ട്. ഞാനിന്ന് ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളത്തോളം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ ഉപയോഗിക്കുന്ന ഇഡ്ഡലി റൈസിൻ്റെ ബ്രാൻഡ് അനുസരിച്ച് ചെറിയ രീതിയിൽ വെള്ളത്തിൻ്റെ കണക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ച് ആദ്യമേ 1/4 ഗ്ലാസ് ഒഴിക്കാണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഇഡ്ഡലി റൈസ് എല്ലാം കൂടി ഒരുമിച്ചിടാണ്ട് 2 ബാച്ചായിട്ട് അരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മിക്സിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ നല്ല പേസ്റ്റ് പരുവം ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മൾ മാവ് അരച്ച് കഴിയുമ്പോൾ. 3 മണിക്കൂർ കുതിർത്തിട്ടുണ്ടായിരുന്ന ഉഴുന്നും അതോടൊപ്പം 10 മിനിറ്റ് കുതിർത്തിട്ടുണ്ടായിരുന്ന അവലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇതിനെ നല്ല പേസ്റ്റ് പരുവം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വളരെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കൈകൾ ഉപയോഗിച്ച് ഇതിനെ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നിർബന്ധമായിട്ടും കൈകൾ തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമായിരിക്കും ഇതിൻ്റെ ഫെർമെൻറ്റേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ദോശയ്ക്ക് കൂടുതൽ രുചി കിട്ടുകയുള്ളൂ. ഇതാണ് ഈ ഒരു ദോശ മേക്കിംഗ് പ്രോസസ്സിലത്തെ ഏറ്റവും വലിയ ടിപ്പ്. നമ്മൾ ഈ ഒരു സമയത്ത് സ്പൂൺ വെച്ച് ഇളക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രുചി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു 3-4 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പരുവമായിരിക്കണം നമ്മുടെ ദോശമാവിന് വേണ്ടത്. നല്ല ചൂടുള്ള സ്ഥലത്ത്, അതായത് അടുക്കളയുടെ തിണ്ണയിലോ ഓഫ് ചെയ്തിട്ടുള്ള ഓവൻ്റെ അകത്തോ ഇതിനെ മൂടി വെച്ച് മിനിമം ഒരു 15 മണിക്കൂർ മുതൽ 16 മണിക്കൂർ വരെയെങ്കിലും ഇതിനെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. നല്ല തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ അതുപോലെ മാറ്റി വെച്ചതിന് ശേഷം കണ്ടില്ലേ, 16 മണിക്കൂറിന് ശേഷം വളരെ നന്നായിട്ട് ഇത് ഫെർമെൻറ്റ് ചെയ്ത് പൊന്തി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പെല്ലാം കറക്റ്റാണോ നോക്കാം. ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ നമുക്കിനി ദോശ ചുടാൻ തുടങ്ങാം.
ചൂടായ ദോശക്കല്ലിൽ അത്യാവശ്യം എണ്ണ തടവി കൊടുക്കണം. ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്ത് ഇതിന് നൈസായിട്ട് പരത്തിയെടുക്കാം. ഈ ദോശ ചുടുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ദോശക്കല്ലിൻ്റെ ചൂട് എല്ലാ സമയത്തും നല്ല കറക്റ്റായിട്ട് ക്രമീകരിക്കണം. അതായത് ആദ്യത്തെ ഒരു ദോശ ചുട്ടതിന് ശേഷം അടുത്ത ദോശ ചുടുന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം വളരെ ലോ ആക്കി വെച്ചിട്ട് കുറച്ച് വെള്ളം തൂക്കി കൊടുത്ത് ആ ഒരു ടെമ്പറേച്ചറിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരണം. അല്ലാണ്ട് ഒരുപാട് ചൂടുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ഇതിനെ പരത്തെടുക്കാനൊന്നും പറ്റില്ല. ഓക്കെ, ദോശ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്രിസ്പിയായി വരണമെങ്കിൽ ഒരുപാട് തീ കൂട്ടി വെക്കാൻ പാടില്ല. എപ്പോഴും ഒരു മീഡിയം ടു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ ചുട്ടെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇന്നൊരു ഗീ റോസ്റ്റ് ആണല്ലോ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ഗീ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണയോ സാധാരണ എണ്ണയോ ഉപയോഗിക്കാം. പക്ഷെ വെളിച്ചെണ്ണ നമ്മൾ സാധാരണ ദോശ ചുടുമ്പം ഉപയോഗിക്കാറില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇത് മൊരിഞ്ഞ് കിട്ടും. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുത്ത് വളരെ കുറച്ച് സമയം കൂടി ഇതുപോലെ ഇട്ടൊന്ന് മൊരിച്ചതിന് ശേഷം നമുക്കിത് വിളമ്പാം. അപ്പോൾ ഞാനിത് വിളമ്പുന്നത് ഇന്ന് 3 തരം ചട്നിയുടെ കൂടെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. ശരിക്കും നിങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ദോശയുടെ രുചി എങ്ങനെയാണോ അതേ രുചിയിലാണ് ഈ ഒരു ദോശ നിങ്ങൾക്ക് കിട്ടുക. ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് അത്രയും പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഇതേപോലത്തെ ഈ മെഷർമെൻറ്റിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ റെസിപ്പി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ എസ്പെഷ്യലി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.